4 ഗുണങ്ങൾ ഒരു പെണ്ണിനുണ്ടായാൽ ആ പെണ്ണിന് അള്ളാഹുവിന്റെ സ്വർഗം ലഭ്യമാകുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ വസാമത് ശഹ്റഹ വഹഫിളത് ഫർജഹ വഅതാഅത് സൗജഹ ദഖലത്തിൽ ജന്ന. മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണ് കൃത്യമായി 5 നേരം നിസ്കരിക്കും. അത് അള്ളാഹുവിന് വഴിപ്പെടലാണല്ലോ. ആ കാര്യം അവൾ ശ്രദ്ധിക്കുന്നു. വസാമത്ത് ശഹ്റഹ, പരിശുദ്ധ റമളാനിൽ അവൾ നോമ്പെടുക്കുന്നു. നോമ്പെടുക്കാൻ അവൾക്ക് സാധിക്കുമെങ്കിൽ. വഹഫിളത് ഫർജഹ, അവൾ അവളുടെ ജനനേന്ദ്രിയങ്ങളെ ഹറാമാത്തുകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നു. വഅതാഅത് സൗജഹ, അവൾ അവളുടെ ഭർത്താവിന് വഴിപ്പെടുകയും ചെയ്യുന്നു. ഈ 4 ഗുണങ്ങൾ ഒരു പെണ്ണിലുണ്ടായാൽ ദഖലത്തിൽ ജന്നത, ദഖലത്തിൽ ജന്ന, ആ പെണ്ണിന് സ്വർഗം ലഭ്യമാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിൽ വല്ല അപൂർണതയും പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, നമ്മളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാവണം. 4 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നാമത്തത് അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യമാണ്, നിസ്കാരത്തിന്റെ വിഷയം. അതൊഴിവാക്കിയിട്ട് ഒരു നിലയിലും രക്ഷപ്പെടാൻ നമുക്ക് കഴിയൂല. കാരണം മറ്റുള്ള ഒരു അമല് പോലെയുമല്ല നിസ്കാരം. അത് മുത്തുനബിയെ അള്ളാന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോയി ഏറ്റവും വലിയ സമ്മാനമായി മുത്തുനബിക്ക് നേരിട്ട് സമർപ്പിച്ചതാണ്. അങ്ങനെയാണല്ലോ. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ഉലമി ചൊല്ലി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി വബിത്ത തർകാ ഇലാ അന്നിൽത മൻസിലതൻ മിൻ ഖാബ ഖൗസൈനി ലം തുദ്റക വലം തുറമി മൗലായ സല്ലി വസാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ജല്ല ജലാലായ അല്ലാഹു അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായ മുത്തുനബിയെ അല്ലാഹുവിന്റെ ഹളറത്ത് ഖുദ്സിയിലേക്ക് കൊണ്ടുപോയി. മുത്തുനബി റബ്ബിനെ കണ്ടു, നേരിട്ട് കണ്ടു, സംസാരിച്ചു. ഏറ്റവും വലിയ സമ്മാനമായി മുത്തുനബിക്ക് ഉമ്മത്തിനുമായി അല്ലാഹു നൽകിയ ഹദിയയാണ്, സമ്മാനമാണ് നിസ്കാരം. അതൊഴിവാക്കിയാൽ ആ അടിമക്ക് അല്ലാഹുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല, രക്ഷയുണ്ടാവില്ല. പടച്ചോൻ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് സ്വർഗാവകാശികളുടെ ഗുണങ്ങൾ പറയുന്നിടത്ത് 6 ഗുണങ്ങൾ പറഞ്ഞതിൽ ഒന്നാമത്തതും 6ാമത്തതും നിസ്കാരത്തിന്റെ കാര്യമാണ്. അതൊഴിവാക്കിയിട്ട് രക്ഷപ്പെടാൻ കഴിയൂല. الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين ومن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون. ഒന്നാമതായി നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു, 6ാമതും നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട് ഉലൈക ഹുമുൽ വാരിസൂൻ,
ഇവരാണ് അനന്തരമെടുക്കുന്നവർ. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. എന്നെന്നും അവർക്ക് സ്ഥിരമായി കഴിയേണ്ട ആ ഫിർദൗസിന് അനന്തരമെടുക്കുന്നവർ ഒന്ന് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിയൂൻ, നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരിക്കണം. പിന്നെ മറ്റു ചില ഗുണങ്ങളൊക്കെ പറഞ്ഞ് അവസാനം പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും നിസ്കരിക്കുമ്പോൾ ഒരു ഖുശൂ ഉണ്ടായാൽ പോരാ. വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, ഓരോ നിസ്കാരത്തെയും പരമാവധി അതിന്റെ സമയത്ത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുന്ന മുഅ്മിനീങ്ങൾ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാ നല്ല ഗുണങ്ങളുമുള്ള ചില ആളുകൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിലായിരിക്കും. സങ്കടത്തോടുകൂടെ പറയാറുണ്ട്, നമ്മുടെ ക്ലാസ്സിന് പോലും സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു ഉമ്മയെക്കുറിച്ച് സങ്കടത്തോടുകൂടെ ഒരിക്കൽ മക്കൾ വന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? പൊന്നാർ ഉസ്താദേ, ഞങ്ങളമ്മാനെ പോലെ നല്ലൊരു ഉമ്മാനെ ഞങ്ങൾ കണ്ടിട്ടില്ല, എല്ലാത്തിലും ഉഷാറാ, പക്ഷെ എന്താണെന്നറിയൂല, നിസ്കരിക്കൂല. എത്ര വലിയ ഗൗരവമാണ് റബ്ബേ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടൊരു പെണ്ണിന്റെ കാര്യം ഇതാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് കൃത്യമായി 5 നേരം നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിക്കുന്നു. വസാമത്ത് ശഹറഹാ, പരിശുദ്ധ റമളാനിൽ നോമ്പെടുക്കുന്നു. അവൾക്ക് ആ സമയം നോമ്പ് അനുവദനീയമാണെങ്കിൽ നോമ്പെടുക്കുന്നു. വഹഫിലത്ത് ഫർജഹാ, അവളുടെ ജനനേന്ദ്രിയങ്ങളെ, ഗുഹ്യസ്ഥാനങ്ങളെ, ഹറാമാത്തുകളെ തൊട്ട് കാത്തു സൂക്ഷിക്കുന്നു. വഅതാഅത്ത് സൗജഹാ, അവളുടെ സൗജിനെ, അവളുടെ ഭർത്താവിനെ വഴിപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ദഖലത്തിൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിലാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഗുണങ്ങളൊക്കെ ഒത്ത സഹോദരിമാരിൽ ഇത് കേൾക്കുന്ന സഹോദരിമാരെയൊക്കെയും ഉൾപ്പെടുത്തട്ടെ. മഹാനായ ഹൈസം ഗോത്രത്തിൽപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, ഹൈസം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണൊരിക്കൽ മുത്ത് റസൂലിനെ സമീപിച്ചു. എന്നിട്ട് നബിയോട് ചോദിച്ചു, ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനോടുള്ള ബാധ്യതകൾ എന്താണ് നബിയെ? ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനോടുള്ള ബാധ്യത എന്താണ് നബിയെ എന്ന് ഹൈസം ഗോത്രത്തിലെ ഒരു പെണ്ണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ, എല്ലാ ബാധ്യതകളും കൂടെ ഒറ്റടിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയൂലല്ലോ. പ്രധാനപ്പെട്ട ഒരു കാര്യം മുത്ത് റസൂൽ പറഞ്ഞു, ഇന്ന മിൻ ഹഖ്ഖി സൗജി അല സൗജാ, ഭാര്യക്ക് ഭർത്താവിനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. ഇദാ അറാദഹാ ഫറാവദഹാ അൻ നഫ്സിഹാ വഹിയ അലാ ലഹരി ബഈർ ലാ തംനഉഹു, ഭർത്താവ് തന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നു. വഹിയ അലാ ലഹരി ബഈർ, ആ സമയത്ത് അവൾ ഒരു ഒട്ടകത്തിന്റെ പുറത്താണുള്ളത്. അപ്പോഴാണ് അവളോടൊരാഗ്രഹം ഭർത്താവിന് വരുന്നതെങ്കിൽ ലാ തംനഉഹു, അവൾ ഭർത്താവിനെ തടയാൻ പാടില്ല, ആ ഭർത്താവിനെ തടയാൻ പാടില്ല. വമിൻ ഹഖ്ഖിഹി, ഭർത്താവിനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് അല്ലാ തുഅതിയ ശൈഅൻ മിൻ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒന്നും ഭർത്താവിന്റെ സമ്മതമില്ലാതെ ആർക്കും കൊടുക്കാൻ പാടില്ല. അത് സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ പോലും അവളുടെ ബാപ്പക്ക്, അവളുടെ ഉമ്മക്ക്, അവളുടെ അനുജത്തിക്ക്, ജ്യേഷ്ഠത്തിക്ക്, സഹോദരന്, ആർക്കോ ആവട്ടെ, അല്ലാ തുഅതിയാ ശൈഅൻ മിൻ ബൈതിഹി, ഭർത്താവിന്റെ മുതലിൽ നിന്ന്, ഭർത്താവിന്റെ വീട്ടിലുള്ള ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന്, മുതലിൽ നിന്ന്, മാലിൽ നിന്ന് ഒന്നും നൽകാനേ പാടില്ല, ഒരാൾക്കും നൽകാൻ പാടില്ല. ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവിന്റെ സമ്മതമില്ലാതെ. അവളുടെ മുതലാണ്, അവൾക്ക് സ്വന്തമായിട്ടുള്ളതാണ്, ആരോ അവൾക്ക് ഹദിയ നൽകിയതാണ്, അതവൾക്ക് കൊടുക്കാൻ ആരുടെയും സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഉദാഹരണം, അവളുടെ ആങ്ങളെ വീട്ടിൽ വന്നപ്പോൾ പെങ്ങക്ക് ഒരു 1000 രൂപ കൊടുത്തു, അല്ലെങ്കിൽ ഒരു 10,000 കൊടുത്തു, എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും, അതവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു.
അത് അവളുടെ മുതലാണ്, അവളുടെ ആങ്ങളെ കൊടുത്തതാണ്, അല്ലെ അവളുടെ ഉപ്പ കൊടുത്തതാണ്, അത് ഹലാലായ മാർഗത്തിൽ അവൾക്ക് ചെലവഴിക്കാം. അതിന് ഭർത്താവിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാവുന്നതാണ്, അവൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. എന്നാൽ ഭർത്താവിന്റെ സ്വത്ത് സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ട്, പലപ്പോഴായി കൊടുക്കും. എത്രയാണ് കൊടുത്തത് എന്ന് കൃത്യമായി ഭർത്താവിന് ഓർമ്മയൊന്നുമില്ല, അതവൾക്കറിയാം. ഞാൻ അതിൽ നിന്ന് 1000 2000 ആർക്കെങ്കിലും കൊടുത്താൽ അത് ഭർത്താവ് അറിയില്ല. കൊടുത്താൽ ഭർത്താവിന് വിരോധമില്ല എന്നവൾ ഭാവിക്കുന്നുവെങ്കിൽ കുഴപ്പമില്ല. അല്ല, ഭർത്താവിനത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, ഇതവൾക്കറിയാം. ആ നിലയിൽ അവളുടെ ബന്ധുക്കൾക്ക് കൊടുത്താൽ പോലും അവൾ കുറ്റക്കാരിയാകും. എങ്ങാനും ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുത്താൽ കാനൽ വിസറു അലൈഹാ, അതിന് അവൾക്ക് റബ്ബിന്റെ അടുക്കൽ ശിക്ഷ ലഭിക്കുന്നതാണ്, അവൾ കുറ്റക്കാരിയാകുന്നതാണ്. വൽ അജ്റു ലഹു, ഈ കൊടുത്തതിനൊരു കൂലിയുണ്ടല്ലോ, ആ കൂലി അവൾക്കല്ല, അതിന്റെ ഉടമയായ ഭർത്താവിനാണ് ലഭിക്കുന്നത്. എന്നാ ഭർത്താവിന് കൂലി കിട്ടുക എന്നുള്ളത് മാത്രാണോ? അത് മാത്രല്ല, ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് അവൾ കുറ്റക്കാരിയാവുകയും കൂടി ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ എന്തേ ഇപ്പൊ പറഞ്ഞതിന്റെ ആകത്തുക? പലപ്പോഴായി ഭർത്താവ് ഇവൾക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കോന്ന് പറഞ്ഞ് ക്യാഷ് കൊടുത്തതാണ്. അത് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനാ. വല്ലതും ബാക്കിയുണ്ടെങ്കിൽ പിന്നീടും ആവശ്യ വസ്തുക്കൾ വാങ്ങേണ്ടി വരുമല്ലോ, അതിന് ഉപയോഗിക്കാലോ എന്നുള്ള നിലക്ക് കൊടുത്തതിന്റെ ബാക്കിയൊന്നും ഭർത്താവ് തിരിച്ചു വാങ്ങിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഇങ്ങനെ അവളെ കയ്യിൽ കുറെ ക്യാഷൊക്കെ ഉണ്ട്. അവൾ എന്ത് ചെയ്യുന്നറിയോ? അവൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കും, ഭർത്താവിന്റെ സമ്മതമില്ലാതെ. അത് പെണ്ണ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഭർത്താവ് അവൾക്കത് കൊടുത്തിട്ട് പറഞ്ഞു, ആയിക്കോട്ടെ കുഴപ്പമില്ല, ആർക്കെങ്കിലും ഒക്കെ കൊടുത്തോ, അതിനൊന്നും പ്രശ്നമില്ല, നിന്റെ ബാക്കിക്കാർക്കോ വേണ്ടപ്പെട്ടവർക്കോ ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തോ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്വഭാവത്തിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്ന് അവൾക്ക് ബോധ്യപ്പെട്ടോ, ഞാൻ അങ്ങനെ അത്യാവശ്യക്കാർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നതിന് എൻ്റെ ഭർത്താവിന് വിരോധമൊന്നുമില്ല, എൻ്റെ ഭർത്താവ് ആ വിഷയത്തിൽ സംതൃപ്തനാണ് എന്ന് ഭർത്താവിന്റെ റിള ഭാവിക്കുന്നുവെങ്കിൽ വിരോധമില്ല. അല്ലെങ്കിൽ കൂലി ഭർത്താവിനും കൊടുത്തതിന് കുറ്റം ഭാര്യക്കും ലഭിക്കുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ദീനിന്റെ എല്ലാ നിയമങ്ങളും നിബന്ധനകളും പാലിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ.